അദ്ദേഹത്തിൻ്റെ ചില വാചകങ്ങൾ കൂടി നമുക്ക് സൂചിപ്പിക്കാം. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രസിദ്ധമായ ഒരു വാചകമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക, ദിക്ർ ചെയ്യുക എന്നത് എത്രത്തോളം പ്രധാനമാണ് അത് ഒരു ഉപമയായി പറഞ്ഞതാണ്. അദ്ദിക്റുലിൽ ഖൽബ് മിസ്ലൽ മാഇലി സമക്. ഒരു മീനിനെ വെള്ളത്തിന് എത്രത്തോളം ആശ്രയിച്ചാണ് ഒരു മീൻ ജീവിക്കുന്നത്, അതുപോലെയാണ് ഒരു മനുഷ്യനും ദിക്റും തമ്മിൽ. രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാചകം ചേർത്ത് കാണാൻ കഴിയും. ഇതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു ദിവസത്തെ ഭക്ഷണം പോലെയാണ്. ഇത് കിട്ടില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയും. അത് രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളിൽ നമുക്കൊരു വലിയൊരു പാഠം കൂടിയാണ്. കാരണം ഒരു ദിവസം നമുക്ക് അതില്ലാതെ ഇപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം ചില ആളുകൾക്ക് പറയാം രാവിലെ എഴുന്നേറ്റ് ഒരു ചായ കിട്ടിയാലേ പറ്റൂ. അപ്പം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ശീലം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നതാണ്. അത് നമുക്ക് മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ ഒരുപാട് ദിക്റുകൾ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ ആദ്യത്തെ ഒരു ദിവസം ഒരു ദിക്ർ മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഹിഫ്ളാവും. പിന്നെ രണ്ടാമത്തെ ആഴ്ച നമ്മൾ അടുത്ത ദിക്റുകൾ, അങ്ങനെ കുറച്ച് ആഴ്ചകൾ നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമാക്കാൻ കഴിയുമല്ലോ. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അത് പ്രത്യേകം പറയുന്ന കാര്യം, അത് എൻ്റെ ആത്മാവിനുള്ള ഭക്ഷണമാണ്, അതില്ലാതെ എനിക്ക് കഴിയില്ല, അതില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്ന കാര്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ രംഗത്ത് കിട്ടുന്ന ഒരു വലിയൊരു പാഠമാണത്. നമ്മുടെ ദിക്റുകൾ, പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായ നടപടിയല്ല. നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഈ ദിക്റുകളാണ്. ഉദാഹരണത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ ആളുകളുടെ അസൂയ, കണ്ണീർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ പ്രാണികളിൽ നിന്ന്, അതുപോലെ തന്നെ വിഷജന്തുക്കളിൽ നിന്ന് ഉള്ള രക്ഷ, ഇതൊക്കെയും മുഅവ്വിദത്തീൻ ഉൾപ്പെടുന്ന സൂറത്തുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ അദ്കാർ സ്വബാഹിലുണ്ട്. ഒരു ദിവസത്തെ ഒരു മനുഷ്യന് വേണ്ടത് എന്തൊക്കെയുണ്ടോ അതൊക്കെയുണ്ട്. ഒരു ദിവസം ഒരു മനുഷ്യന് വേണ്ടത് എന്തൊക്കെയുണ്ടോ അതൊക്കെയും അദ്കാറു സ്വബാഹിലും അതുപോലെ തന്നെ അദ്കാറുൽ മസാഇലും. അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 1 എന്നുള്ള തോതിലെങ്കിലും, അല്ലെങ്കിൽ അതിന് നമുക്ക് ആപ്പുകളുണ്ട്, അതുപോലെ തന്നെ പോക്കറ്റ് സംഗതികളുണ്ട്. എന്താണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. അതിന് ഹിഫ്ളാക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൽ ഇനി മുഴുവനായി കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ നമുക്ക് ഓരോ ദിവസവും പ്രാവർത്തികമാക്കാൻ കഴിയുന്നൊരളവെങ്കിലും അത് ചെയ്യണം എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു നിഷ്ഠ ഉണ്ടാക്കിയെടുക്കണം. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയുന്നത് കാണാൻ കഴിയും. ഫകൈഫ യകൂനു ഹാലു സമകി ഇദാ ഫാറഖൽ മാ. വെള്ളത്തിൽ നിന്ന് ഒരു മീനിനെ എടുത്ത് പുറത്തിട്ടാൽ എന്തായിരിക്കും ആ മീനിൻ്റെ അവസ്ഥ? അതാണ് ഒരു മനുഷ്യൻ്റെ ദിക്റിൽ നിന്ന് പുറത്തു പോകാനുള്ള അവസ്ഥ. അതിന് ശ്വാസം കിട്ടാതെ പിടയുകയെ അവിടെ പിന്നെ ഉണ്ടാവുകയുള്ളൂ. ഒരു മനുഷ്യൻ്റെ ഹൃദയം മരിക്കുകയെ അള്ളാഹുവിൽ നിന്നുള്ള ആ വെള്ളം എന്നുള്ള ഒരു സംരക്ഷണം ഒരു മീൻ എത്രത്തോളം കൊടുക്കുന്നു, അതുപോലെ ആ അള്ളാഹുവിൻ്റെ ആ പിടുത്തം, അള്ളാഹു നമുക്ക് നൽകുന്നൊരു സംരക്ഷണം, അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വം, അതിൽ നിന്ന് നമ്മളെ തന്നെ പിടിച്ച് പുറത്തിടലാണ് ഈ അള്ളാഹുവിൻ്റെ ഈ പറഞ്ഞ ദിക്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നതുകൊണ്ട് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ആരാധന, ഇബാദത്ത് എന്ന വിഷയത്തിൽ സാധാരണ പണ്ഡിതന്മാരൊക്കെയും അദ്ദേഹത്തിൻ്റെ ശേഷക്കാരായി ജീവിച്ച പണ്ഡിതന്മാരൊക്കെയും ഇബാദത്ത് എന്താണ് എന്നത് നിർവചിക്കാൻ വേണ്ടി അധികവും ഉപയോഗിച്ചിട്ടുള്ളത് അദ്ദേഹം നൽകിയ നിർവചനമാണ്. ഇന്നും അങ്ങനെ തന്നെ ഇബാദത്ത് എന്താണ്, ഇബാദത്ത് അതിന് നിർവചനം എന്താണ്? അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയൊരു നിർവചനമുണ്ട്. അതാണ് അധിക പണ്ഡിതന്മാരും ഇന്ന് ഉപയോഗിക്കാറും പറയാറുണ്ട്. അതെന്താണ്? അൽ ഇബാദ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ, എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പേരാണത്. ഈ എല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർദാ. അള്ളാഹു ഇഷ്ടപ്പെടുകയും അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് ഇബാദത്ത് എന്ന പദം. മിനൽ അഖ്വാലി വൽ അഅമാൽ. അത് വാക്കുകൊണ്ടാകാം, പ്രവൃത്തി കൊണ്ടാകാം, ഖൗലാകാം, അമലാകാം. അൽ ബാത്തിന വദ്ദാഹിറ. അത് പുറത്ത് ചെയ്യുന്നത് മാത്രമല്ല, ഹൃദയം കൊണ്ട് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഹൃദയം കൊണ്ട് ചെയ്യുന്ന, അപ്പോൾ നിയ്യത്ത് എന്ന് പറയുന്ന ഇബാദത്താണ്. അത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളായാലും, ബാത്തിനിയായ ആന്തരികമായ കർമ്മങ്ങളായിരുന്നാലും, ലാഹിറ പുറത്ത് നമ്മൾ കാണുന്ന കർമ്മങ്ങളായിരുന്നാലും. അപ്പോൾ ആന്തരികമോ ബാഹ്യമോ ആയ വാക്കോ പ്രവൃത്തിയോ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന് ഇഷ്ടമുള്ള തൃപ്തിയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ആ പദം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥമാക്കുന്നത് എന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി കൊടുത്ത താരീഫാണ്. ഇബാദത്തിൻ്റെ ഒരു താരീഫ് നിർവചനമായി പണ്ഡിതന്മാർ ഇന്നും പ്രാധാന്യപൂർവ്വം എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. പ്രമാണങ്ങളോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കാണാൻ കഴിയും. മൻ ഫാറഖ ദലീൽ വല്ല സബീൽ. ആര് ദലീലിൽ നിന്ന് വിട്ടുപോകുന്നോ, വേർപെട്ടു പോകുന്നോ, വല്ല സബീൽ, അവർ വഴി പിഴയ്ക്കും എന്നുള്ളത് ഉറപ്പാണ്. അവൻ ദലാലത്തിലെ ആയിത്തീരുകയുള്ളൂ. വല ദലീൽ. എന്താണ് ദലീൽ? ഇല്ലാ ബിമാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ കൊണ്ടുവന്നത് എന്തോ അതാണ് ദലീൽ. റസൂൽ കൊണ്ടുവന്നത് എന്താണ്? പ്രധാന 2 കാര്യങ്ങൾ: ഖുർആൻ, പ്രവാചകന്റെ ചര്യ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും ഇസ്ലാമിക ലോകത്ത് ആദ്യമായി
ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യമായി ഐക്യസംഘം ഉണ്ടാക്കാൻ വേണ്ടി പ്രമേയം അവതരിപ്പിക്കുക ഇ കെ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രമേയം വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ എന്താണ് തെളിവ് എന്ന് ചോദിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്ത് തിരിച്ചു പാരായണം ചെയ്ത് കൊടുത്തപ്പോൾ അത് ഖുർആനിലെ ആയത്തല്ലേ, ഞാൻ ചോദിച്ചത് തെളിവാണ്, ദലീലാണ് എന്ന് തിരിച്ചു ചോദിച്ചൊരു പണ്ഡിത സമൂഹം ഇവിടെയുണ്ട്. അവരുടെ പിന്മുറക്കാരും അതേ സമാന ചിന്താഗതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളും ഇന്നുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ വാചകങ്ങൾ സുവ്യക്തമാണ്. മൻ ഫാറഖ ദലീൽ വല്ല സബീൽ. ദലീൽ തെളിവ്, ഒരാൾ തെളിവിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ വഴിപെടുക്കുക എന്നുള്ളത്. വലാ ദലീൽ ഇല്ലാ ബിമാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദലീൽ എന്ന് പറഞ്ഞാൽ അത് റസൂൽ കൊണ്ടുവന്ന മാത്രമാണ്. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേറൊരാൾ കൊണ്ടുവന്നതായാലും അത് ദലീലല്ല. വേറൊരു പണ്ഡിതന്റെയും വാചകങ്ങൾ ദലീലല്ല. ഒരുപക്ഷെ ആ ദലീലിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ആ പണ്ഡിതൻ പറഞ്ഞു എന്നുള്ളതാണ്. വേറെ ഏത് പണ്ഡിതന്മാരുടെയും വാചകങ്ങൾ, ഏതൊരു മനുഷ്യന്റെയും വാചകങ്ങൾ അളക്കാനുള്ള അളവ് പോലാണ് ദലീൽ. അത് ദലീലിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമികപരമായി ശരിയാണ്. ദലീലിനോട് യോജിക്കുന്നില്ല എങ്കിലത് തള്ളുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. എല്ലാ മനുഷ്യരുടെയും, ഓരോ മനുഷ്യന്റെയും വാക്കുകളിൽ, അയാളുടെ പ്രവൃത്തികളിൽ തള്ളേണ്ടതുമുണ്ടാകും, കൊള്ളേണ്ടതുമുണ്ടാകും. ഇല്ല സാഹിബ ഹദൽ ഖബർ. അദ്ദേഹം ഖബറിന്റെ അടുത്ത് നിന്ന് മസ്ജിദ് നബവിയിലാണ് അദ്ദേഹം ദർസ് എടുക്കുന്നത്. ഈ ഖബറിൽ കിടക്കുന്ന ഇതിന്റെ സ്വാഹിബിനൊഴികെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം അദ്ദേഹം കൊണ്ടുവന്നതിൽ, പ്രവാചകൻ കൊണ്ടുവന്നതിൽ തള്ളേണ്ടത് കൊള്ളേണ്ടത് എന്നുള്ള സംഗതി ഇല്ല. അദ്ദേഹം എന്തൊക്കെ പഠിപ്പിച്ചോ, ഖുർആൻ, ഒന്നുകിൽ ഖുർആൻ ആയിരിക്കും അല്ലെങ്കിൽ ഹദീസുകളായിരിക്കും. അപ്പോൾ അതിൽ പിന്നെ തള്ളേണ്ടതുണ്ടോ കൊള്ളേണ്ടതുണ്ടോ എന്ന ചർച്ച അവിടെയില്ല. അപ്പോൾ പ്രമാണങ്ങൾ വന്നാൽ അത് പ്രവാചകരിൽ നിന്ന് മാത്രമേ നമുക്ക് എത്താനുള്ള വഴിയുള്ളൂ. വേറൊരാളിൽ നിന്നും, വേറൊരു സോഴ്സിൽ നിന്നും നമുക്ക് പ്രമാണങ്ങൾ എത്താനുള്ള വഴിയില്ല. ഇസ്ലാം എന്ന ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത കൂടിയാണ്. ഇസ്ലാം ഇതിന്റെ സ്രോതസ് എന്ന് പറയുന്നത് പ്രമാണങ്ങളാണ്. അതിന്റെ സ്രോതസ് എന്ന് പറയുന്നത് അള്ളാഹുവും റസൂലും. അള്ളാഹു റസൂലിലൂടെ അത് ആ സ്രോതസ് നമുക്ക് പരിചയപ്പെടുത്തി തന്നു എന്നുള്ളതാണ്. വേറൊരു സ്രോതസ്സിലൂടെയും നമുക്ക് യഥാർത്ഥ അറിവ് മനസ്സിലാക്കാനുള്ള വഴിയില്ല. പല ആളുകളുടെയും തെറ്റിദ്ധാരണ, അങ്ങനെ പല മതങ്ങളിലും മറ്റു പല സ്രോതസ്സുകളുമുണ്ട്. ഇപ്പോൾ ചില മതങ്ങളിലൊക്കെ ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് ധ്യാനം നടത്തി കഴിഞ്ഞാൽ, അതിൽ ഏതെങ്കിലും കായികമായ അഭ്യാസ മുറകളൊക്കെ നടത്തി കുറേ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഗുഹയോ അല്ലെങ്കിൽ വനാന്തരങ്ങളിലോ ഒക്കെ പോയി ഏതെങ്കിലും ആയോധന മുറകളോ അല്ലെങ്കിൽ കായിക മുറകളോ എന്തെങ്കിലും യോഗാഭ്യാസങ്ങളോ നടത്തി കഴിഞ്ഞാൽ, തപസ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന വെളിപാട് അത് അവരുടെ ഒരു സ്രോതസ്സാണ്. അത് ദീനിൽ തെളിവാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പലതും ദീനിൽ തെളിവാണെന്ന് ഇസ്ലാമിൽ പിന്നീട് കടന്നുകൂടിയ സൂഫികളും പല ആളുകളൊക്കെ പറയാറുണ്ട്. സ്വപ്നം അത് ദീനിൽ തെളിവാണ്. സ്വപ്നം ദീനിൽ തെളിവല്ല. തെളിവ് എന്ന് പറയുന്നത് റസൂൽ കൊണ്ടുവരണം. അത് റസൂലിലൂടെ തന്നെ നമുക്ക് വരണം. അത് ദീനിൽ തെളിവിന് ഒറ്റ സ്രോതസ്സേ ഉള്ളൂ. അത് പ്രവാചക വഹയിലൂടെയാണ് ആ സ്രോതസ്. മനുഷ്യരെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവ് തന്നെയാണ് ആ സൃഷ്ടികൾക്കുള്ള അവരുടെ ജീവരക്തമായ പ്രമാണങ്ങളെ അവർക്ക് അവതരിപ്പിച്ചു കൊടുക്കണം. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, അത് വഹയിൻ്റെ വഴിയാണ്. അത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിലൂടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് മുസ്ലിം ഉമ്മത്തിന് കിട്ടിയത്. അതല്ലാത്തത് ഒന്നും തെളിവല്ല. ആ തെളിവിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ അത് സ്വീകരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകമായി 2-3 വാചകങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അവസാന കാലത്ത് 7ാമത്തെ തവണ തടവിലായിരിക്കുമ്പോൾ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന് അവസാന കാലത്ത് അവരെല്ലാം നിഷേധിച്ചു. എഴുതാനും വായിക്കാനും പോലും ഒന്നും അദ്ദേഹം സമ്മതിക്കാത്ത ഒരവസ്ഥയുണ്ട്. അദ്ദേഹത്തിന് ആ വിഷയങ്ങളിലുള്ള പല വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങളെന്നെ തടവിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഖുർആൻ ഓതും, അതെനിക്ക് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു വഴിയാണ്, അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്. എന്ത് ചെയ്താലും അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്ക് ബോധ്യപ്പെട്ടൊരു സന്ദർഭം കൂടിയായിരുന്നു അത്. അവസാനം നേരത്തെ പറഞ്ഞതുപോലെ 2 വർഷവും ഒരു 3-4 മാസവും ഒക്കെ നീണ്ടു നിന്ന ഏറ്റവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ അദ്ദേഹം മരണപ്പെടുകയാണുണ്ടായി. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഫീ മഖാദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ എന്ന സൂറത്തുൽ ഖമറിലെ അവസാനത്തെ 2 ആയത്തുകളാണ് അദ്ദേഹം അവസാനമായി പാരായണം ചെയ്തത്. മുത്തഖീങ്ങളായ ആളുകൾ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും. ഫീ മഖാദി സിദ്ഖിൻ, സത്യത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ, ഇൻദ മലീകിൻ മുഖ്തദിർ, എല്ലാത്തിനും കഴിവുള്ള മുഖ്തദിറായ രാജാതിരാജനായ റബ്ബിൻ്റെ അടുക്കലുള്ള ആ സ്ഥാനത്തിൽ എന്നുള്ള ആയത്തിലാണ് അദ്ദേഹം അവസാനിക്കുന്നത്. അദ്ദേഹം അവസാന കാലത്ത് ഈ ജയിലിൽ കിടക്കുമ്പോൾ എഴുതിയ കവിതയൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം ഉദ്ധരിക്കുന്നത് നമുക്കറിയാം. സ്വന്തം പാപങ്ങളെക്കുറിച്ചും അള്ളാഹുവിനോടുള്ള മഗ്ഫിറത്തും റഹ്മത്തിനും തേടിക്കൊണ്ടും അദ്ദേഹം എഴുതിയ കവിതകളുണ്ട്. ഹിജ്റ 728 അദ്ദേഹം മരണപ്പെടുന്നത്. ജയിലിൽ വെച്ച് ഒരു തിങ്കളാഴ്ച രാവിലായിരുന്നു അദ്ദേഹം, ദുൽഖഅദ മാസത്തിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അന്ന് അദ്ദേഹം കിടന്നിരുന്ന ഡമാസ്കസിലെ കോട്ടയിലെ ഒരു തടവ് ജയിലിലായിരുന്നു അദ്ദേഹത്തെ
പാർപ്പിച്ചിരുന്നു. ആർക്കും അദ്ദേഹത്തെ കാണാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ, അദ്ദേഹം മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഡമസ്കസ് കോട്ടയുടെ ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടി. അവസാനം പോലീസുകാർക്ക് അദ്ദേഹത്തിൻ്റെ മയ്യത്തിൻ്റെ ശുശ്രൂഷ നടത്താനും അതുപോലെ തന്നെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനും കുളിപ്പിക്കാനും കഫൻ ചെയ്യാനുമായി കുറച്ചാളുകളെ കടത്തിവിടേണ്ടി വന്നു. ആ കടന്ന ആളുകൾ തന്നെ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട ഇമാം മിസ്സി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പ്രമുഖരായ ആളുകളാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. ഇമാം മിസ്സി അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയാണ്. ഇമാം മിസ്സി ഹദീസിലെ അറിയപ്പെട്ട ആളാണ്. ഇമാം മിസ്സിയും ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയുമ്പോൾ കാണാൻ കഴിയും, ഇമാം മിസ്സിയെ സാധാരണ അറിയപ്പെടാറുള്ളത് ഹദീസ് വിധാന ശാസ്ത്രത്തിൽ ഹദീസ് റിപ്പോർട്ടർമാരുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കിതാബുകൾ, ഹദീസ് റിപ്പോർട്ടർമാരുടെ ചരിത്രം, നിവേദകന്മാരുടെ ചരിത്രം, റാവിമാരുടെ ചരിത്രം. എന്നാൽ അദ്ദേഹത്തെക്കാളും ഒരു ഹദീസ് പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉസ്താദായ ഇബ്നു തൈമിയ്യ എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇബ്നു തൈമിയ്യ അറിയപ്പെട്ടത് ഏതെങ്കിലും ഒരു മേഖലയിലല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഹദീസ് പണ്ഡിതനായി അറിയപ്പെടാത്തത്. ഇമാം മിസ്സി അറിയപ്പെട്ടത് മുഹദ്ദിസ് എന്ന പേരിലാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അറിയപ്പെട്ടത് മുഹദ്ദിസ് എന്ന് മാത്രമല്ല, മുഫസ്സിർ, മുഹദ്ദിസ്, ഹാഫിൾ, ഉസൂലി, അതുപോലെ തന്നെ മുജ്തഹിദ്, ഫഖീഹ് ഒക്കെ അറിയപ്പെട്ടു. അവന് ഏതെങ്കിലും ഒരു പേര് അദ്ദേഹത്തെക്കുറിച്ച് പ്രയോഗിക്കുന്ന അർത്ഥമല്ല. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിക ലോകത്ത് ഒരേ ഒരാളെ ഇന്ന് ഏതൊരു ഇസ്ലാമിക വിദ്യാർത്ഥിയുടെയും പണ്ഡിതന്റെ മനസ്സിൽ ആദ്യം വരികയുള്ളൂ, അത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ പേരാണ്. അങ്ങനെ ഈ കോട്ടയിലേക്ക് പ്രധാനപ്പെട്ട പണ്ഡിതന്മാരടങ്ങുന്ന ഒരു സംഘം പ്രവേശിക്കുകയും അദ്ദേഹത്തിന് തന്നെ അടുത്ത ശിഷ്യന്മാരും അന്നത്തെ നാട്ടിൽ തന്നെ വലിയ പണ്ഡിതന്മാർ, നേരത്തെ പറഞ്ഞ ഇമാം മിസ്സിയെ പോലുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുളിപ്പിക്കുകയും കഫൻ പുടവ പൊതിയുകയും ഒക്കെ ചെയ്തു. ഈ സമയം കൊണ്ട് തന്നെ ഡമസ്കസ് കോട്ടയുടെ ചുറ്റും കണക്കറ്റ ആളുകൾ ഒരുമിച്ച് കൂടിയതാണ്. ഇബ്നു തൈമിയ്യ എന്ന മനുഷ്യൻ, അതായത് ഡമസ്കസുകാരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ മിസ്രിലെയും പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകൾ, അലക്സാണ്ട്രിയ, ഈജിപ്തിലെ തന്നെ പല പട്ടണങ്ങൾ, ഇവിടെയൊക്കെ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പോയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലെ ഒരു ഒരു വികാരം തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. കാരണം അദ്ദേഹം അറിവിൻ്റെ വിഷയത്തിൽ ഏതൊരാൾക്കും ആശ്രയിക്കാൻ കഴിയുന്നില്ല. ഒരു രാജ്യത്ത് പ്രശ്നമുണ്ടായപ്പോൾ, തങ്ങളുടെ നാടിനെ ആക്രമിക്കാൻ വന്നപ്പോൾ അവിടെ മുന്നിൽ നിന്ന് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന മനുഷ്യൻ, തങ്ങളെ രക്ഷിക്കണമെന്ന് സുൽത്താൻ്റെ അടുത്ത് പോയി വളരെ കാർക്കശപൂർവ്വം പറയാൻ മാത്രം സ്വാതന്ത്ര്യമുള്ള, അങ്ങനെ സംസാരിക്കുന്ന, തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ജനങ്ങളെ പരിഗണിക്കുന്ന, ഏതൊരാളെയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നതായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ കുറിച്ച് ആളുകൾക്കുള്ള മതിപ്പ്. അതുകൊണ്ട് തന്നെ ആണുങ്ങളെന്നില്ലാതെ പെണ്ണുങ്ങളെന്ന്, സ്ത്രീകളോ പുരുഷന്മാരോ ഒരു വ്യത്യാസവുമില്ലാതെ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ജനാസയ്ക്ക് വേണ്ടി അന്ന് ഡമസ്കസ് പട്ടണത്തിൽ ഒരുമിച്ച് കൂടി എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ കോട്ടയ്ക്ക് അടുത്തേക്ക് അടുക്കാൻ കഴിയാത്ത രൂപത്തിൽ ആളുകൾ വന്നു. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത എറിഞ്ഞ് ഡമസ്കസിലുള്ള നടക്കാൻ കഴിയുന്ന ഏതൊരു മനുഷ്യൻ ചരിത്രത്തിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. എഴുന്നേറ്റ് അങ്ങോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഒരാൾക്ക് അയാൾ എഴുന്നേറ്റ് പോയിരുന്നു. ബാക്കി ഇനി ആകുള്ളത് രോഗികളോ അല്ലെങ്കിലും അവിടേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ആളുകൾ മാത്രമേ അവരുടെ വീട്ടിൽ തന്നെ നിലനിന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കോട്ടയിൽ വെച്ച് മയ്യത്ത് നിസ്കരിച്ചു. അപ്പോൾ കോട്ടയിൽ വെച്ച് നിസ്കരിച്ചു ഈ മയ്യത്ത് നിസ്കാരം കൊണ്ട് മതിയാവില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ജാമിഉൽ ഉമവിയിലേക്ക് കൊണ്ടുപോയി. വലിയ പള്ളിയാണ് ജാമിഉൽ ഉമവി, ഇന്നും പള്ളിയുണ്ട്. ജാമിഉൽ ഉമവിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ജാമിഉൽ ഉമവിയിൽ ഗ്രാൻഡ് മോസ്കിൽ അവിടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ നിസ്കരിക്കാമെന്നൊരു ധാരണയിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോയി. പക്ഷെ അവിടെ എത്തി നിസ്കരിച്ചിട്ട് ആളുകൾ ഇനിയും ഇഷ്ടംപോലെ ആളുകൾ ബാക്കിയുണ്ട്. പിന്നെ അദ്ദേഹത്തെ തുറന്നൊരു മൈതാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കൊണ്ടുപോയി. അവിടെ വെച്ച് നിസ്കരിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ ഒരു ജനാസയെ പിന്തുടരുന്നതിൽ ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു എന്ന്. ഡമസ്കസ് നഗരത്തിലെ മുഴുവൻ ആളുകൾ, എൻ്റെ പരിസര പ്രദേശത്ത് എത്തിച്ചേരാൻ കഴിയുന്ന ആളുകൾ, അതിൽ തന്നെ 15,000-ഓ 20,000-ഓ സ്ത്രീകൾ മാത്രം ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജനാസകൾ കൊണ്ടുപോകുന്നതിനിടയിൽ ഏതോ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഹാകദാ തകൂനു ജനായിസു അഇമ്മത്തിസ് സുന്ന, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ജനാസ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഇത് ഇത്രയധികം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഇതാ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അവർ മരിച്ചാൽ ഇങ്ങനെയാണ് ജനങ്ങൾ അവരുടെ ജനാസകൾ ഉണ്ടാവുക എന്ന് ഏതോ ഒരാൾ വിളിച്ചു പറഞ്ഞു. അത് കേട്ട ആളുകളൊക്കെയും അദ്ദേഹത്തിൻ്റെ ജനാസ പിന്തുടർന്ന ആളുകളൊക്കെയും അവർക്കാർക്കും കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ആളുകൾ ഒരുപാട് കരയുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഡമസ്കസ് നഗരം അന്നും അതിനു മുൻപും ശേഷവും കണ്ടിട്ടില്ലാത്ത വിധം ഉള്ള ആളുകൾ ഈ ജനാസയിൽ പങ്കെടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനു മുൻപ് ഇസ്ലാമിക ലോകത്ത് തന്നെ ഒരുപക്ഷെ ഇമാം അഹമ്മദിനെ പോലെ അല്ലെങ്കിൽ വളരെ ചുരുക്കം ആളുകളുടെ ജനാസക്ക് മാത്രമാണ് ഇത്രയധികം ആളുകൾ, അത് ഇമാം അഹമ്മദ് ബഗ്ദാദിലാണ് ആളുകൾ പങ്കെടുത്തത് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരുന്നു. അത്രമാത്രം ആളുകൾ ഈ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജനാസയിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുകയും അവിടുത്തെ മഖ്ബറത്തു സൂഫിയ ഒരു പേരാണ്, സൂഫിയ മഖ്ബറയിലാണ് അത് ഡമസ്കസിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു.
അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്തിന് വലിയ നഷ്ടമായിരുന്നു. അന്നത്തെ ആളുകൾക്ക് തന്നെ ഇത്രയധികം പീഡനങ്ങളും ഒക്കെ പലതവണ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും 7 തവണയായി പല നാടുകളിൽ അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾക്കുള്ള മതിപ്പ് വളരെ അത്ഭുതകരമായി. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ എതിരാളികളായ പല ആളുകളുണ്ടായി. അവർ പോലും വൈജ്ഞാനികമായ വിഷയങ്ങളിൽ, ഇപ്പോൾ തഖീയുദ്ദീൻ സുബ്കി ഷാഫി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതൻ. ഇന്ന് പോലും അദ്ദേഹത്തെ ഷാഫി മദ്ഹബാർ ഉദ്ധരിക്കുകയും അദ്ദേഹത്തിൻ്റെ കിതാബുകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമിനെ പല രംഗത്തും എതിർക്കുകയും രൂക്ഷമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് അത് എതിരാളികൾ പോലും എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ നിലവാരത്തെക്കുറിച്ചോ അദ്ദേഹം ജീവിതത്തിൽ ഇസ്ലാമികമായിട്ടുള്ള മുറുകെ പിടിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചോ അദ്ദേഹത്തിന് ജനങ്ങളുടെ ബന്ധത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സുഹൃദിനെ കുറിച്ചും അവർക്ക് പോലും തർക്കമുണ്ടായിരുന്നു. ഇന്ന് പോലും പല ആളുകളും ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് ആദ്യകാലത്ത് രൂക്ഷമായി പലതും പരിഹസിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകൾ പോലും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പിന്നീട് മദ്ഹബ് ഭേദമന്യേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനദണ്ഡം അതൊന്നും പരിഗണിക്കാതെ എല്ലാ രംഗത്തുമുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് വായിക്കുകയും പിന്നീട് അതിൽ നിന്നും മടങ്ങുകയും എല്ലാ രംഗത്തുള്ള പണ്ഡിതന്മാരും അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നത് ഇന്ന് പോലും പഠനം നടത്തുന്ന ആളുകൾ, ഇന്ന് പോലും പല ആളുകളും ഈ അടുത്തു പോലും പല ആളുകളും അദ്ദേഹത്തെക്കുറിച്ച് പഠനം നടത്തി സലഫി അഖീദയിൽ അല്ലാതിരുന്നിട്ട് പോലും ഷെയ്ഖുൽ ഇസ്ലാമിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാമിനെ പരിഹസിക്കാനോ മാത്രമുള്ളൊരു നിലവാരം എത്ര എതിർചേരുന്ന ഒരു അശ്അരികളായിരിക്കും. ഈ അടുത്ത് പോലും അശ്അരികൾപ്പെട്ട ഒരു കൂട്ടം ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ ചർച്ചയിൽ അക്കാര്യം സൂചിപ്പിച്ചത് നേരിട്ട് എനിക്ക് കേൾക്കാനുള്ള അവസരമുണ്ടായി. അവർ പോലും ഷെയ്ഖുൽ ഇസ്ലാമിനെ കുറിച്ച് അശ്അരികൾക്കിടയിൽ നിന്ന് കേരളത്തിൽ പരിഹസിച്ചെഴുതിയ ആളുകൾ ലേഖനങ്ങൾക്ക് മറുപടി എഴുതിയത് സലഫികളായിരുന്നു. അശ്അരികളായ അവരിൽ പെട്ടതൻ ആളുകൾ ഷെയ്ഖുൽ ഇസ്ലാമിനെ വിമർശിക്കാൻ മാത്രമുള്ള നിലവാരവും യോഗ്യതയും ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ആദർശത്തിലെതിരാണെങ്കിൽ പോലും അതിന് നമ്മളായിട്ടില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞ് തിരുത്തി കൊടുക്കുന്ന ആളുകൾ വരെ ഇന്നും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിരുന്നാലും പല ആളുകളും കളിയാക്കുന്ന പോലെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന മനുഷ്യനെ നമ്മളും അന്ധമായി തഖ്ലീദ് ചെയ്യുകയല്ല. അദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്രം എത്രത്തോളം കൃത്യമായിരുന്നു അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയാണ് സലഫികളായി നമ്മുടെ ഈ നിലപാട്. അദ്ദേഹം ഒരു മദ്ഹബ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മദ്ഹബുകൾ പല ആളുകളും കളിയാക്കാറുണ്ട്. സലഫികൾ ഞങ്ങൾ തൈമികളാണ്, തൈമികൾ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. തൈമി മദ്ഹബ് ഷാഫികൾ ഹനഫികൾ എന്ന് പറയുന്നത് നിങ്ങൾ തൈമികളാണ്. നമ്മളും അങ്ങനെയല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി സ്വീകരിച്ച രീതിശാസ്ത്രം സലഫുകളുടെ അതേ അഖീദ പിന്തുടർന്നുകൊണ്ട് പിഴച്ച കക്ഷിക്കാർക്കെതിരെയുള്ള നിലപാടുകൾ കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് എന്താണ് മുസ്ലിം ഉമ്മത്തിന് ആവശ്യമുള്ളത് അതിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ച ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആ ഒരു മാതൃക അതാണ് നമ്മളും പിന്തുടരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പണ്ഡിതന്മാരെ പിന്തുടരാൻ, അവരുടെ കാലടിപ്പാടുകളെ പിന്തുടരാൻ, അതുവഴി സ്വഹാബികളെ പിന്തുടരാൻ, അതുവഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയായ രൂപത്തിൽ പിന്തുടരാൻ, സലഫി അഖീദയിൽ തന്നെ യഥാർത്ഥ അഹ്ലുസുന്നയുടെ അഖീദയിൽ തന്നെ ജീവിക്കാനും കൃത്യമായ ആദർശം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനും പിഴച്ച ചിന്താഗതികളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും പിഴച്ച പ്രത്യയശാസ്ത്രങ്ങൾ നമ്മുടെ ദീനിനെ ഫസാദാക്കാൻ വരുമ്പോൾ അവിടെ കൃത്യമായ പ്രമാണങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് ജീവിതത്തിൽ കൃത്യമായ ബോധ്യങ്ങൾ വെച്ച് പുലർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള ഒരു പണ്ഡിതരെങ്കിലും അല്ലെങ്കിൽ ഇമാം ഷാഫിയെ പോലുള്ള, ഇമാം മാലിക്കിനെ പോലുള്ള, ഇമാം അഹ്മദിനെ പോലുള്ള, ഇമാം ബുഖാരിയെ പോലുള്ള ഒരു പണ്ഡിതനെങ്കിലും നമ്മുടെ കേരളത്തിലും ഉണ്ടാകണം എന്നതാണ് നമ്മുടെ ജാമിഅ അൽ ഹിന്ദ് സ്ഥാപിക്കുന്ന ലക്ഷ്യമായി ഉസ്താദ് ഫൈസൽ മൗലവി ഇടയ്ക്കിടെ പറയാറുള്ളത്. ഒരാൾ മതി. ഒരു 100 കൊല്ലം ജാമിഅ അൽ ഹിന്ദ് എന്ന സ്ഥാപനം പ്രവർത്തിച്ചു എന്ന് കരുതുക. പക്ഷെ ഒരാളാണ് ഉണ്ടായത്. ഇനി പകുതി ആയാൽ പോലും പ്രശ്നമില്ല. ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലെ പകുതി ഒന്നും ആവാൻ കഴിയില്ലെങ്കിൽ അതിന് 10 അംശമായാൽ പോലും അങ്ങനെ ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ അത് മതിയല്ലോ ഇസ്ലാമിക രംഗത്ത് സേവനം ചെയ്യാൻ എന്ന് ഉസ്താദ് ഇടയ്ക്കിടെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത ഉസ്താദ് നമ്മളിലേക്ക് പകർന്നു തരുമ്പോൾ ഞാനത് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്കും ഒരു പകർന്നു തരുന്നൊരു ചിന്തയാണ്. നമുക്ക് ജാമിഅ അൽ ഹിന്ദ് എന്നുള്ള സ്ഥാപനത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളായതുകൊണ്ട് ഇവിടെ നിന്നൊരു പണ്ഡിതൻ ഉയർന്നു വരിക എന്ന് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം വെക്കാനോ എൻ്റെ സന്തതി പരമ്പരകളിൽ നിന്ന് അങ്ങനെ ഒരു പണ്ഡിതൻ എൻ്റെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രേരണ കൊണ്ട്, എൻ്റെ ഒരു സേവനങ്ങൾ കൊണ്ട്, എൻ്റെ ഒരു സംഭാവന കൊണ്ട്, എൻ്റെ ഒരു രംഗത്ത് പരിശ്രമം ഞാൻ കുറച്ച് സമയം കൊടുത്തു അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ കുടുംബത്തിലോ ഉള്ള ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു പണ്ഡിതൻ ഉയർന്നു വരാത്തത് എന്തുകൊണ്ട് ഇതൊരു ചിന്ത. സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു നിസാരത ബോധ്യപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം കൂടി വെറുതെ കുറേ ഭൗതികമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുക ആയിരുന്നു. അത് ഫൈസൽ മൗലവി ഉസ്താദും എപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒന്നാണ്.
ഈ പള്ളി ഇത്ര വലുതായി എന്നതുകൊണ്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വലുതാകണം എന്ന് ഒരു നിർബന്ധമില്ല. ഈ സ്ഥാപനത്തിൽ ഒരുപാട് ക്ലാസ് മുറികളുണ്ട് എന്നതുകൊണ്ട്, ഇവിടെ ഏറ്റവും ആധുനികമായ ടെക്നോളജികൾ ഉപയോഗിച്ചതുകൊണ്ട്, അഥവാ ഭൗതികമായ സാഹചര്യങ്ങൾ എത്രത്തോളം പുരോഗമനം ചെയ്തതുകൊണ്ടല്ല മനുഷ്യന്മാരുടെ നിലവാരമുണ്ടാകും. അതിന് വൈജ്ഞാനികമായ നിലവാരം തന്നെ ആവശ്യമാണ്. നമ്മൾ എത്ര ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പൊക്കിയാലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള ഒരു മനുഷ്യൻ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ലല്ലോ. അന്ന് അവർക്ക് ഉണ്ടായിരുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളും അന്ന് അവർക്കുണ്ടായിരുന്ന വൈജ്ഞാനികമായ ആക്സസിബിലിറ്റിയുടെയും തോത് വളരെ കുറവായിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ വർദ്ധിച്ച ടെക്നോളജിയിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിതാബുകൾ ഒരു സമയം നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന, ഒരു PDF എടുത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ AI ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചോദ്യത്തിൽ നിന്ന്, ഒരു PDF-ൽ നിന്ന് അതിൻ്റെ ഉത്തരം നമുക്ക് എടുത്തു തരാൻ കഴിയുന്ന ടെക്നോളജിയുള്ള ഈ കാലത്ത്, ഒരു ഹദീസിനെ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ആപ്പുകളും പ്രത്യേക സൈറ്റുകളും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സനദുകളെക്കുറിച്ച് പരിശോധിക്കാനും അത് എവിടെയൊക്കെ ഉദ്ധരിച്ചു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഇക്കാലത്ത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി സൃഷ്ടിച്ചതുപോലെ നിരവധി ശിഷ്യന്മാർ, ഇബ്നുൽ ഖയ്യിമിനെ പോലെ, ഇബ്നു കസീറിനെ പോലെ, ഇമാം സഹബിയെ പോലെ ഒരു മനുഷ്യനെ ഉണ്ടാക്കാൻ ആധുനിക ലോകത്ത് മനുഷ്യന് കഴിയുന്നില്ല. അത് നമ്മുടെ ഒരു കുറവാണ്. അന്നത്തെ ആളുകൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം മനുഷ്യന്മാരെയാണ് ഉണ്ടാക്കിയത്. അതുവഴി ഇസ്ലാമിക സമൂഹത്തിൽ ഒരു വലിയ തലമുറയെ തന്നെ, അല്ലെങ്കിൽ സമൂഹത്തിനെ നേർവഴി കാണിച്ചു കൊടുക്കുന്ന, അവരെ മുന്നിൽ കൈപിടിച്ച് നടത്തുന്ന ആളുകളെ അവർ സൃഷ്ടിച്ചത് എന്നത് നമുക്കൊരു വലിയ പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ദീനിനു വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ, നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.